ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല സോളമൻ പറഞ്ഞത്. വ്യക്തിയോ ജനം മുഴുവനുമോ ഈ ഭവനത്തിനു നേരെ. അതിന്റെ അർത്ഥമല്ല, ഈ ആലയത്തിന്റെ മഹത്വം. ഈ ആലയത്തിൽ നമ്മളെപ്പോഴാ മിണ്ടാതിരിക്കുന്നത്? നമ്മളെപ്പോഴാ ശ്രദ്ധയോടെ ഇരിക്കണം? ഈ ആലയത്തില് നമ്മളെപ്പോഴാ അശ്രദ്ധയില്ലാതിരിക്കുന്നത്? എപ്പോഴാ? ഈ ആലയത്തിൽ ബലിയർപ്പിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും മാത്രമല്ലാത്ത സമയത്ത് അശ്രദ്ധമായിരിക്കുമ്പോ അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സോളമൻ പറയുന്നത്, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടം കൈനീട്ടി പ്രാർത്ഥിച്ചാൽ ദൈവമേ അവന്റെ പ്രാർത്ഥന കേൾക്കണം. വീണ്ടും പറയുന്നുണ്ട്, ദൈവമേ ഏതെങ്കിലും ഒരു വിജാതീയൻ അന്യമതസ്ഥൻ ഈ ആലയത്തിന് നേരെ കരനീട്ടി പ്രാർത്ഥിച്ചാൽ നീ സർവശക്തനാണെന്ന് അവൻ മനസ്സിലാക്കേണ്ടതിന് നീ സ്വർഗം തുറന്ന് അവന്റെ പ്രാർത്ഥന നീ കേൾക്കണം. അച്ഛൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് നിങ്ങളത് വായിക്കണം. ഇന്ന് രാത്രി പോയിട്ട് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 29 മുതൽ 53 വരെ അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ആലയത്തെ നീ ചങ്കോട് ചേർത്ത് വെക്കും. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, മക്കളെ ആലയത്തിലേക്ക് വരണം. ആലയത്തിൽ വന്ന് നീ പ്രാർത്ഥിക്കണം. ആലയത്തെ നീ സ്നേഹിക്കണം. ആലയത്തെ നീ സ്നേഹിക്കുമ്പോ നീ സ്നേഹിക്കുന്നത് നിന്റെ കർത്താവിനെയാണ്. നീ സ്നേഹിക്കുന്നത് അവന്റെ സാന്നിധ്യത്തെയാണ്. പക്ഷേ നമ്മൾ നോക്കിക്കേ, ആലയത്തോട് മടുപ്പാ. എല്ലാം ദൈവസ്തുതികളുടെ ഇടയില് വലിയ ഡെലിവറൻസുകളും വലിയ തരത്തിലുള്ള രോഗശാന്തികളും ഉണ്ടാകുന്നതിന്റെ കാരണം പൈശാചിക ശക്തികള് ഒരു സമൂഹം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഈ 4 ദിവസം ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, ഈ ആലയത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നിന്റെ സർവശക്തിയും നിന്റെ സ്വരവും നിന്റെ കഴിവും ഈ ആലയത്തിൽ നീ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ബോധ്യത്തോടെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തീഷ്ണതയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ചിന്തയോടെ നമ്മൾ ഇന്നത്തെ ധ്യാന ചിന്തകളിലേക്ക് കടക്കുകയാണ്. പ്രാക്ടിക്കൽ എത്തയിസം എന്ന് കേട്ടിട്ടുണ്ടോ? പ്രായോഗിക നിരീശ്വരവാദം. എന്താ അത്? നിരീശ്വരവാദം കേട്ടിട്ടുണ്ട്. എന്താണ് പ്രാക്ടിക്കൽ എത്തയിസം? പ്രായോഗിക നിരീശ്വരവാദം എന്ന് പറഞ്ഞാല് നിരീശ്വരവാദികളെ പോലെ ദൈവത്തെ വിശ്വസിക്കാത്തവരല്ല, അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതം ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ കൂട്ടാണ്. ഇതിന്റെ പേരാണ് പ്രാക്ടിക്കൽ എത്തയിസം, പ്രായോഗിക നിരീശ്വരവാദം. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവര് നിരീശ്വരവാദികളാണ്. കാരണം എന്താ? അവർ ജീവിക്കുന്നത് ദൈവമില്ല എന്ന മട്ടിലാണ്. അവർ ജീവിക്കുന്നത് ദൈവം തങ്ങളെ കാണുന്നില്ല എന്ന മട്ടിലാണ്. അവർ ജീവിക്കുന്നത് ദൈവത്തോട് നമുക്ക് ഒരു കടപ്പാടുമില്ല എന്ന രീതിയിലാണ്. അവരുടെ ജീവിതം ദൈവം ഇതിന് കണക്ക് ചോദിക്കില്ല എന്ന രീതി. ഇതിന്റെ പേരാണ് പ്രാക്ടിക്കൽ എത്തയിസം, പ്രായോഗിക നിരീശ്വരവാദം. വിശ്വാസികളുടെ ഇടയിൽ നല്ല ശതമാനം ആളുകളും പ്രായോഗിക നിരീശ്വരവാദികൾ. എന്തുകൊണ്ട് മദ്യത്തോട് നോ പറയണം? എന്തുകൊണ്ട് ഒരു തുള്ളി മദ്യം പോലും ഉപയോഗിക്കരുത്? മദ്യം അത് ഏത് രൂപത്തിലാണെങ്കിൽ, അത് വൈനാണെങ്കിലും ബിയറാണെങ്കിലും ഡ്രഗ് ആണെങ്കിലും മദ്യം വീട്ടിൽ കയറ്റരുത്. എന്തുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ കുടുംബങ്ങളിൽ പണ്ട് ഇത് ചേട്ടന്മാരെ നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത് മദ്യപിക്കരുതെന്ന്. ഇപ്പോ മദ്യപാനം സ്ത്രീകളുടെ ഇടയിൽ ക്രമാതീതമായി പെരുകി കഴിഞ്ഞു. ക്രമാതീതമായി കുട്ടികള്, ചെറുപ്പക്കാര്, പെൺകുട്ടികള് മദ്യപിക്കുന്നത് സാധാരണ സംഭവമായി കഴിഞ്ഞു. ഞാൻ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മദ്യം ഉപയോഗിക്കുക, ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഒരു ടാബു അല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ വന്നിരിക്കണം. അങ്ങനെ കാരണം സെലിബ്രിറ്റികള്, സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവര്, ഇവരുടെ എല്ലാം ഒരു സ്വാധീനം നമ്മുടെ തലമുറയിൽ ശക്തമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, വീടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ മദ്യത്തോട്, മയക്കുമരുന്നിനോട്, ലഹരിയോട് പുലർത്തേണ്ട ഒരു അകലമുണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, കാരണം അതിൽ ദുരാസക്തിയുണ്ട്. ഞാൻ പറയാൻ പോണ എന്തുകൊണ്ട് മദ്യപിക്കരുത്. ഒന്നാമത്തെ കാരണം, അതിൽ ദുരാസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപിക്കുന്ന സമയത്ത്, മദ്യം അകത്ത് കയറുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ അകത്തുള്ള എല്ലാ അധമ ബോധവും ഉണരും. ബേസ് ഇമോഷൻസ്, അതായത് നോർമലായിരിക്കുന്ന ഒരു സമയത്ത് അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വൈകാരിക ഭാവങ്ങൾ
മദ്യപിച്ച് കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ കയറി വരും. അതായത് അയാൾ ബോധമനസ്സോടെ സംയമനം പുലർത്തി അമർത്തിപ്പിടിച്ച വൈകാരിക ഭാവങ്ങൾ മദ്യം ഉണർത്തിക്കൊണ്ടുവരും. കുടുംബത്തിനകത്ത് ദമ്പതികൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ദുരാസക്തിയുണ്ട്, അതിലൊരു പൈശാചികതയുണ്ട്. അത് നമ്മളിലെ തിന്മയെ ഉണർത്തിവിടും. അതിൽ ദുരാസക്തിയുണ്ട്, അതിൽ പൈശാചികതയുണ്ട്. അതുകൊണ്ടാണ് മദ്യം പിശാചാണെന്ന് പറയുന്നത്. മദ്യത്തിനകത്ത് പിശാചുണ്ട്. അപ്പം റീസൺ നമ്പർ 1, നമ്മുടെ ബേസ് ഇമോഷൻസിനെ ഇത് ഉണർത്തിവിടും. മദ്യം പിശാചാണ്. മദ്യം മാറുന്നിടത്ത് ദൈവകൃപ വരും.